വെൽ ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി. ഈ അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രിയിൽ രണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഒന്നെന്താ ആംഗിൾ ഓഫ് എലിവേഷനും രണ്ടാമത്തെ ആംഗിൾ ഓഫ് ഡിപ്രഷനും. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ സത്യസന്ധമായിട്ട് പറയാണ്. പിന്നെ വെലോസിറ്റി സ്പീഡിൻ്റെ ഫോമുലയും കൂടി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം മക്കളെ. മനസ്സിലായോ? കുറച്ച് കോമൺ സെൻസ് മാത്രം ഉണ്ടായിരുന്നു ഈ ചാപ്റ്റർ പഠിക്കാൻ. എന്തൊക്കെയാണ് വേണ്ടത്? ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, പിന്നെ അതേപോലെ കുറച്ച് കോമൺ സെൻസും പിന്നെ സ്പീഡിൻ്റെ ഫോമുലയും. ഈ 4 കാര്യങ്ങൾ അറിയെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പൊട്ടുപോലെ നമുക്ക് സോൾവ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കണം അറിയോ? ഇപ്പോൾ നിങ്ങൾ റോഡിലൂടെ നടക്കണം. ആ റോഡിലൂടെ നടക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങളോട് വഴി ചോദിച്ചു. നിങ്ങളെങ്ങനെ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കുക? ചേട്ടാ നേരെ പോവുക, എടുത്തോട്ട് പോവുക, നേരെ പോവുക, അവിടെ നിന്ന് രണ്ടാമത്തെ സ്റ്റോപ്പ് ഉണ്ടാവും, അങ്ങനല്ലേ? അതേപോലെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാം. ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ്റെ കൂടെ സഞ്ചരിക്കുക. അങ്ങനെ നമുക്ക് ഈ ചാപ്റ്റർ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുന്നേ നമുക്ക് എന്താണ് ഈ ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ 2 പേരെ ഈ ചാപ്റ്ററിൽ അറിയണം. എക്സാമിനൊന്നും പോയി ഇത് എഴുതല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു കഥ പറയുന്ന പോലെ പറയാണ്. ഇവിടെ 2 പേരുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ആരൊക്കെയാണ്? നമ്മളുടെ റാം ആൻഡ് രണ്ടാമത്തെ ആൾ മീര. ഓക്കെ, റാമുണ്ട്, മീരയുണ്ട്. അപ്പോൾ രാമ ഒരു ദിവസം നടന്നു പോകുമ്പോൾ രാമ മീരനെ കണ്ടു. അപ്പോൾ എന്ത് തോന്നി രാമന് എന്താ ഇങ്ങനെയല്ല ലവ് വരിക്കാം, അയ്യോ രാമന് ഇഷ്ടം തോന്നി. അവിടെ നിന്നാണ് ഈ ആംഗിൾ ഓഫ് എലിവേഷൻ്റെ കോൺസെപ്റ്റ് ഞാൻ തുടങ്ങാൻ പോണത്. രാമനെ ഞാൻ രാമലാദ്യം മീരെ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ നമ്മളെന്താ പറയുക? ഒബ്സർവർ അല്ല. രാമ മീരെ കണ്ടു, അപ്പോൾ രാമ എന്താ? ഒബ്സർവർ. അപ്പോൾ രാമനെ വിളിക്കാൻ പോണ പേരെന്താ? ഒബ്സർവർ അല്ലേ? മീരനെ കണ്ടു, മീര എന്താണ്? ഒബ്ജക്റ്റാണ്. ഓക്കെ, എന്താണ് കുട്ടികളെ? റാം നടന്നു പോകുമ്പോൾ രാം മീരെ കണ്ടു, ഒരു ഇഷ്ടം തോന്നി. എന്നിട്ട് എന്താണ്? റാമിനെയാണ് ഒബ്സർവറായിട്ട് എടുത്തു, മീരനെ ഒബ്ജക്റ്റായി എടുത്തു. റാമാണ് മീരെ കണ്ടേക്കണേ കേട്ടോ. ഇപ്പോൾ റാമിൻ്റെ കണ്ണിൽ നിന്ന് മീരനെ കണ്ടു, സൈറ്റ് അടിക്കാൻ തുടങ്ങി റാം സൈറ്റ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ റാം സൈറ്റ് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക, അവിടെ രാമ സൈറ്റ് അടിച്ചു, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലൈൻ ഓഫ് സൈറ്റ് അല്ലേ? റാം മീരെ കണ്ടു, അപ്പോൾ ആ ഒരു രാമിൻ്റെ കണ്ണിൽ നിന്ന് മീരയിലേക്ക് എത്തുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതിനെ ഞാൻ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാം. ഇനി നമ്മളിവിടെ വേറെ കൺസെപ്റ്റ് എടുക്കുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ പറഞ്ഞാൽ ഇത് വെർട്ടിക്കൽ അല്ലേ? ഹൊറിസോണ്ടൽ പറഞ്ഞാൽ ഇതാണ് ഹൊറിസോണ്ടൽ. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്ക് വേണം. അത് ഞാൻ എന്തായിട്ട് എടുത്തു? ഇതാണ് ഹൊറിസോണ്ടൽ. ഓക്കെ, എപ്പോഴും ഓർക്കുക, ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആവട്ടെ, ആംഗിൾ ഓഫ് എലിവേഷൻ ആവട്ടെ, ഈ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷൻ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും ദ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ. എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കാം, ഈ ലൈൻ ഓഫ് സൈറ്റ് റാം മീരനെ കാണുന്ന ആ ലൈൻ ഓഫ് സൈറ്റും റാമിൻ്റെ ഹൊറിസോണ്ടലും. അപ്പോൾ ഈ ആംഗിളാണ് നമുക്ക് എന്ത്? തീറ്റയായിട്ട് വരണം. അപ്പോൾ ഈ ആംഗിൾ ഇതാണ് തീറ്റ. ഈ തീറ്റനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗിൾ ഓഫ് എലിവേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. മനസ്സിലായ കുട്ടികളെ? ഓക്കെ, ഇപ്പോൾ റാം ഒബ്സർവറും മീര ഒബ്ജക്റ്റ് ആണെങ്കിൽ റാമിൻ്റെ കണ്ണിൽ മീര നോക്കുന്ന ആ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് സൈറ്റ്. പിന്നെ റാമിൻ്റെ കണ്ണിൽ ഹൊറിസോണ്ടൽ പറഞ്ഞാൽ നേരെ ഹൊറിസോണ്ടൽ നമ്മൾ വരയ്ക്കും. ആ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടൽ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ആംഗിൾ ഓഫ് എലിവേഷൻ കേട്ടോ. ഓക്കെ, ശരി. ഇനി നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷൻ നോക്കാം. ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഇവിടെ കഥ മാറി. ഇവിടെ എന്താ? റാം എന്താ? ശ്രദ്ധിക്കുക, ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ വേറെ കഥയാണ് കേട്ടോ. ഇവിടെ റാം ഒരു ബിൽഡിങ്ങിന് മുകളിലാണ്. റാം ഒരു ദിവസം റൂമിൽ നിന്ന് ഇറങ്ങി, രാവിലെ. അപ്പോൾ റാം റൂമിൽ നിന്ന് ഇറങ്ങി ഡോർ തുറന്ന് നോക്കുമ്പോൾ താഴെ ആരിയ്ക്കുന്നു? താഴെ നമ്മളെ കഥാനായിക മീര. ആര്? നമ്മളെ കഥാനായിക മീര ഉണ്ട്. അപ്പോൾ രാമന് എന്ത് തോന്നി? മീരയുടെ ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ എന്താ? റാമാണ് മീര കണ്ടത്. അപ്പോൾ റാം മീര കണ്ടെങ്കിൽ രാമനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒബ്സർവർ
അല്ലേ? രാമനെ വിളിക്കുന്ന പേരാണ് ഒബ്സർവർ. ഇനി എന്താ മീരയെ ഞാൻ എന്ത് വിളിക്കും? മീരയാണ് നമ്മളുടെ ഇവിടെ ഒബ്ജക്റ്റ്. മീരയാണ് നമ്മളുടെ ഒബ്ജക്റ്റ് അല്ലേ? ഇനി റാമാണ് മീര സൈറ്റ് അടിക്കുന്നത് അല്ലേ? അപ്പോൾ റാം മീരയെ കണ്ടെങ്കിൽ രാമിൻ്റെ കണ്ണിൽ നിന്ന് പോണ ആ ഒരു ഡിസ്റ്റൻസിന് എന്താ പറയുക? അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് സൈറ്റ്. ഇതാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് അല്ലേ? ഇനി രാമൻ ഒബ്സർവർ. എപ്പോഴും കാര്യം മനസ്സിലാക്കുക, ഒബ്സർവർ എന്നാണ് നമ്മൾ ഹൊറിസോണ്ടൽ വരയ്ക്കുക. മുമ്പത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ ആവട്ടെ, ഇവിടെ നോക്കിയേ, നമ്മൾ ഒബ്സർവർ ആരാ? റാം. അപ്പോൾ റാമെന്നാണ് നമ്മൾ എപ്പോഴും ലൈൻ ഓഫ് ഹൊറിസോണ്ടൽ വരയ്ക്കുക കേട്ടോ. എപ്പോഴും ഒരിക്കലും ഒബ്ജക്റ്റ് ഹൊറിസോണ്ടൽ വരയ്ക്കരുത്. എപ്പോഴും നമ്മൾ ഒബ്സർവർ എന്നാണ് നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടൽ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റാം ഒബ്സർവർ നമ്മൾ എന്താ ലൈൻ ഓഫ് സൈറ്റ് കിട്ടി. അതേപോലെ ഒബ്സർവർ നമ്മൾ ഒരു ഹൊറിസോണ്ടലും വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഒബ്സർവർ ഞാൻ ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കണം. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു ഹൊറിസോണ്ടലും ലൈൻ ഓഫ് സൈറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. എപ്പോഴും ഒബ്സർവർ മുകളിലാണെങ്കിൽ, ഒബ്സർവർ ഒരു ഹൈറ്റിലാണെങ്കിൽ അത് ആംഗിൾ ഓഫ് ഡിപ്രഷനായിട്ട് മാറും. അപ്പോൾ ഈ തീറ്റ വിളിക്കുന്ന പേരാണ് എന്താ മക്കളെ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു ആംഗിൾ ഓഫ് എലിവേഷൻ വരയ്ക്കാൻ പറ്റുമെങ്കിലോ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരയ്ക്കാൻ പറ്റുമെങ്കിലോ അത് മാത്രം മതി നിങ്ങളുടെ എന്താ അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രിയും അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയും എല്ലാ കൺസെപ്റ്റും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാണ്ട് പഠിച്ചു അല്ലേ? നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്? റാം താഴെ ഒബ്സർവർ, മീര മുകളിൽ ഒബ്ജക്റ്റ്. ആ ലൈൻ ഓഫ് സൈറ്റും റാം താഴെ ആയിക്കൊണ്ട് ഹൊറിസോണ്ടലും വരച്ചു. അത് ആംഗിൾ ഓഫ് എലിവേഷൻ കിട്ടി. പിന്നെന്താ? റാം രാവിലെ എണീക്കുമ്പോൾ വീട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ റാം ഇരിക്കുന്നത്. റാം ഡോർ തുറന്നപ്പോൾ മീര താഴെ കണ്ടു. അപ്പോൾ മീര സൈറ്റ് അടിച്ചു താഴത്തേക്ക്. എന്നിട്ട് റാം ഒരു ഹൈറ്റിലായിക്കൊണ്ട് റാമെന്ന് ഹൊറിസോണ്ടൽ വരച്ചപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്താണ്? എലിവേഷനിൽ ഒബ്ജക്റ്റ് താഴെയായിരിക്കും, ഡിപ്രഷനിൽ ഒബ്ജക്റ്റ് എലിവേഷനിൽ ഒബ്സർവർ താഴെയായിരിക്കും, ഡിപ്രഷനിൽ ഒബ്സർവർ മുകളിലായിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി കഥം. പിന്നെ എന്താണ്? നല്ല രീതിക്ക് ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് ഒരു ബോർഡ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് 30-40% മാർക്ക് എഴുത്തുള്ളൂ. ബാക്കി 60% ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ എത്രത്തോളം ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ മാർക്ക് കൂടും. സോ ദിസ് ഇസ് കറക്റ്റ് ടൈം. ഈ ഒരു കറക്റ്റ് ടൈം നിങ്ങൾക്ക് എത്ര ടൈം നിങ്ങളുടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത്രയും മാർക്സ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ഓക്കെ, നവംബറിൽ ബോർഡ് എക്സാം, നവംബറിൽ സ്കൂളിലെ പോർഷൻസ് എല്ലാം കഴിയും. പിന്നെ ടപ്പ് സമയമില്ല, നമുക്ക് പഠിക്കാൻ സമയമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ദിസ് കറക്റ്റ് ടൈം. ഇപ്പോൾ പ്രിപ്പയർ ചെയ്താൽ നല്ല രീതിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് മാർക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.